വണ്ടർസ്കേപ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലോകത്തിൽ ഒരുവിധം എല്ലായിടത്തും ചർച്ചയാവണ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ് കൊറോണ വൈറസിൻ്റെ പ്രശ്നം. പാൻഡമിക് എന്നുള്ള രീതിയിൽ എല്ലാവരും ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾക്കും ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ അടുത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അവിടെ എന്താണ്, നിങ്ങളൊക്കെ സേഫ് അല്ലേ? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് അതിനെക്കുറിച്ചുള്ള ഇവിടുത്തെ UK-ലത്തെ കൊറോണയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വ്ളോഗ് ആവാമെന്ന്. ഇപ്പം ആദ്യം തന്നെ പറയാം, ആസ് ഓഫ് നൗ ഞങ്ങൾ സേഫാണ്, കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഒരു പ്രശ്നമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കും. അത് പോസിറ്റീവ് ആയിട്ട് തന്നെ തുടങ്ങട്ടെ. എൻ്റെ ജോലി എനിക്ക് ആക്ച്വലി വീട്ടിലിരുന്നും ജോലി എടുക്കാം എന്നുള്ള എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ജോലി എടുത്തായിരുന്നു. പിന്നെ പക്ഷേ ഒഫീഷ്യലി ഈ ആഴ്ച മുതൽ എൻ്റെ കമ്പനി എല്ലാവർക്കും വീട്ടിൽ ജോലി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ജോലിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇരുന്ന് ചെയ്യാം എന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തി. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ അങ്ങനെയാണ് ഒഫീഷ്യലി വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്കൂൾസ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വറി ഉണ്ടായിരുന്നത്. എന്താ വെച്ചാൽ സ്കൂൾസ് ഇന്നാണ് ആക്ച്വലി ഫ്രൈഡേ, ഇന്നാണ് സ്കൂൾസ് പൂട്ട് ചെയ്തത്. അപ്പോൾ ഇതുവരെ സ്കൂൾസ് ഓപ്പൺ ആയിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളുടെ മക്കള് രണ്ടാളും, മൂത്താള് പ്രത്യേകിച്ചും കുറച്ച് ദൂരെയാണ് അയാളുടെ കോളേജ്, ഒരു 8-10 മൈൽ ദൂരെയാണ്. അപ്പൊ അയാൾക്ക് എന്തായാലും ബസ് അല്ലെങ്കിൽ ട്രെയിൻ അങ്ങനത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി പോകണം. അപ്പോൾ അതൊരു റിസ്ക് ഉണ്ടായിരുന്നു. ചെറിയ ആൾക്ക് അടുത്താണ്, ബസ്സിലായിരുന്നു അയാൾ പോരുന്നത്, പക്ഷെ വേണമെങ്കിൽ നടക്കാമെന്നുള്ള ഒരു ദൂരമായ കാരണം ഈ ആഴ്ച മുതൽ ഞങ്ങൾ അയാളോട് നടന്നു പോയിക്കോളാൻ പറഞ്ഞു. അത്രയും നമുക്ക് കുറയ്ക്കാമല്ലോ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ അവരുടെ കയ്യിൽ ഞങ്ങൾ ഹാൻഡ് സാനിറ്റൈസർ കൊടുത്തു വിട്ടിരുന്നു. അതേമാതിരി ഇടയ്ക്ക് എപ്പോൾ അവിടെ എത്തിയിട്ട് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ പോരുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ കൈയൊക്കെ കഴുകിയില്ലേ നല്ലോണം ശ്രദ്ധിക്കണം. സ്കൂളിൽ നിന്ന് നല്ലോണം ഹാൻഡ് വാഷ് ചെയ്യണം. പിന്നെ ഓഫ്കോഴ്സ് സ്കൂളിലും അവർ ഹാൻഡ് വാഷും അതൊക്കെ നല്ലോണം പ്രൊവൈഡ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാവുന്നതൊക്കെ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് അവർ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടത്. പിന്നെ വേറെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏറ്റവും ചർച്ചയാവുന്നത് നമ്മളെ വീട്ടിലുള്ള പ്രൊവിഷനും സ്റ്റോക്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ ആഴ്ചയാണ് ഒന്നും കൂടി അസസ് ചെയ്തു നമുക്ക് എത്ര ദിവസത്തിൻ്റെ. ഇപ്പോൾ ആട്ട, അരി, ദാല്, ചന അല്ലെങ്കിൽ ബേസിക് നമ്മളെ ഇന്ത്യൻ സ്റ്റഫ്, ബിക്കോസ് അതൊരു ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ടാണ് ഞങ്ങൾ അത് മേടിക്കാറ്. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ അവിടെ പോയിട്ട് ഞങ്ങൾ സാധാരണ ഒരു മാസത്തേക്കുള്ളതാണ് മേടിക്കുക. അതിപ്പോൾ നമുക്ക് വേണ്ട ഒരു ഏകദേശം 2 മാസത്തെ വരെയുള്ള നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റഫ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ UK ഇവിടുത്തെ സൂപ്പർ സ്റ്റോഴ്സിലൊക്കെ പോയിട്ട് നമ്മൾ ബേസിക് ക്ലീനിങ്ങും അങ്ങനത്തെ ചില ഐറ്റംസ്, ഹാൻഡ് വാഷ്, സോപ്സ്, സാനിറ്റൈസറും ടോയ്ലറ്റ് റോൾസും കിട്ടാനില്ല. അതെനിക്ക് വേണ്ട ഒരു 2-3 ആഴ്ചയായിട്ട് ടോയ്ലറ്റ് റോൾസും സാനിറ്റൈസേഴ്സും മോസ്റ്റ് ഓഫ് ദി ഷോപ്സിന്ന് അത് തീരണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ 3-4-5 സ്ഥലത്ത് പോയി, പക്ഷേ എവിടെ അവൈലബിൾ ആയിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഓൺലൈൻ ചെയ്തിട്ടിട്ടുണ്ട്, പക്ഷെ അത് കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങൾ ബേസിക് സാധനങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഹോൾഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു 4 ആൾക്കാർക്ക് ഇപ്പോൾ ഒരു മാസം വീട്ടിന്റെ ഉള്ളിൽ കഴിയേണ്ടി വന്നു വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിയാൻ തോക്കണുള്ള സാധനങ്ങൾ തന്നെ ഞങ്ങൾ വെച്ചിട്ടുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പാല് അങ്ങനത്തെ നമുക്ക് ഈ വീക്കിലി അല്ലെങ്കിൽ എല്ലാം 3-4 ദിവസം കൂടുമ്പോൾ ആവശ്യമുള്ള അതൊക്കെ നമുക്ക് ഓൺലൈൻ പല സ്റ്റോഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം. അപ്പോൾ അതിനും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങളെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ. നല്ല കാര്യം, സ്കൂൾസ് പൂട്ടിയപ്പോൾ ഞങ്ങൾ സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. നമുക്ക് പുറത്ത് പോയി എക്സെപ്റ്റ് ഈ ഷോപ്പിംഗ്, ഗ്രോസറി ഷോപ്പിംഗ്, വെജിറ്റബിൾസ്, എസെൻഷ്യൽസിനുള്ള ഷോപ്പിംഗ് അല്ലാതെ ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യവും ഇപ്പോൾ ഇല്ല. പിന്നെ നമ്മളെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സും ഇവിടെ കുറവാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ഭയങ്കര അധികം ഇവിടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഫാക്ടറും നല്ലതാണ്. എന്താ വെച്ചാൽ ഈ ഒരു പൊസിഷനിലായിരുന്നു അതൊരു അഡ്വാൻറ്റേജ് ആയി എന്ന് തന്നെ പറയാം ആ ഒരു കാര്യം. പിന്നെ ആകെ പറയാനുള്ളത്, ഞങ്ങളെ വണ്ടർസ്കേപ്സ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ പ്ലാൻസ് ഒക്കെ ചെയ്തിരുന്നു. ട്രാവൽ, എസ്പെഷ്യലി ഇവിടെ സ്പ്രിംഗ് ആണല്ലോ, സ്പ്രിംഗ് തുടങ്ങി. ഇനി അടുത്ത 2-3-4 മാസം ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. വെതറാണെങ്കിലും സൺലൈറ്റ് ആണെങ്കിലും ദിവസം നമുക്ക് അധികം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തായിരുന്നു. പലയിടത്തും പോയിട്ട് നല്ല നല്ല ട്രാവൽ നമുക്ക് ഇഷ്ടമാണല്ലോ, അപ്പോൾ അതിനുവേണ്ടി പോയിരുന്നു. പ്ലസ് ഞങ്ങൾ ലാസ്റ്റ് ഇയറാണ് UK-യിൽ. അപ്പോൾ തീർച്ചയായിട്ടും വേറെ പല പോകാത്ത സ്ഥലങ്ങളിലും പോകണം എന്നൊക്കെ വെച്ച് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അതല്ലാണ്ട് അതൊക്കെ വീഡിയോ ആയിട്ട് വ്ളോഗായിട്ട് നിങ്ങൾക്കും കാണിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ അതൊക്കെ ക്യാൻസൽ ചെയ്തു. ഇമ്മീഡിയറ്റ് പ്ലാൻ ചെയ്തൊക്കെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അതെ, ഒരാവശ്യമില്ലാതെ അത്യാവശ്യമില്ലാതെ കഴിയുന്നൊന്നും പുറത്തിറങ്ങണ്ടെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പിന്നെ ഈവൻ നല്ല കാര്യം എന്താ വെച്ചാൽ എയർബിഎൻബി ഒക്കെ ഞങ്ങൾ അതിൻ്റെ ത്രൂ ആണ് ബുക്ക് ചെയ്തിരുന്നത്. അതൊക്കെ അവർ ഫ്രീ ക്യാൻസലേഷൻ അലൗ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ കാശൊന്നും പോയിട്ടില്ല. എക്സെപ്റ്റ് ലാസ്റ്റ് വീക്കെൻഡ് ഞങ്ങൾ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിൻ്റൺ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അത് ക്യാൻസൽ ആയില്ല ആക്ച്വലി. അത് ഇപ്പോൾ സൈന നെഹ്വാൽ ആയാലും സിന്ധു ആയാലും വേറെ പലരും ഇവിടെ വന്ന് കളിച്ചു. അവരൊക്കെ ആർക്കൊന്നും കിട്ടിയില്ല. മെയിനായിട്ട് എല്ലാവരും സെമിഫൈനൽ മുമ്പ് ഔട്ടായി. പക്ഷെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചായിരുന്നു, നമുക്ക് പോവാം കാണാം ഫൈനലിന്. പക്ഷെ ഞങ്ങൾ ഈ റിസ്ക് എടുത്ത്, ബിക്കോസ് ആ ടൂർണമെന്റ് വാസ് ഗോയിങ് ഓൺ. കഴിഞ്ഞ സൺഡേലത്തെ കാര്യമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ അതന്നെ ഈ മൺഡേ വരെ, ടു ബി വെരി ഫ്രാങ്ക്, ഇവിടെ ഭയങ്കര ഒരു അപ്രോച്ച് തോന്നി. സീരിയസ് അല്ല, എന്താ ആയിക്കോട്ടെ, വരണവർക്കൊക്കെ വരട്ടെ എന്നുള്ള പോലെ അതൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇതിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരുന്നത്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് കഴിഞ്ഞ വെഡ്നസ്ഡേ, ഈ വെഡ്നസ്ഡേ അല്ല മുമ്പത്തെ വെഡ്നസ്ഡേ, ഇവിടെ ആൻഫീൽഡിൽ ചാമ്പ്യൻസ് ലീഗ് മാച്ച് നടന്നിട്ടുണ്ട്. സ്പെയിനിൽ നിന്ന് അവർ 3000 ആൾക്കാർ കളി കാണാൻ, അവരുടെ ഫാൻസ് അവരിവിടെ വന്ന് എനിക്ക് കൊണ്ട് 1-2 ദിവസം ഹോട്ടൽസിൽ താമസിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ ഈ കൊറോണ വൈറസിന്റെ ഇഷ്യൂ ഭയങ്കര ഇതായത്. പിന്നെ ആക്ച്വലി അതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് സ്പെയിനിലൊക്കെ ആക്ച്വലി ലോക്ക്ഔട്ടും ആയി. അതിന്റെ അടുത്ത ദിവസം ആക്ച്വലി ഇവിടെയും പല നെക്സ്റ്റ് ഡേ ആക്ച്വലി പ്രീമിയർ ലീഗ് ക്യാൻസൽ ചെയ്തു, സസ്പെൻഡ് ചെയ്തു മാച്ചസും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെയും കൂടി ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. വൺ മോർ പോയിന്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ, കഴിഞ്ഞ വീക്കെൻഡിൽ എനിക്ക് ഒന്ന് ട്രാവൽ ചെയ്യേണ്ടി വന്നു വലിയ മകന്റെ കൂടെ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷന്റെ ചില കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവർ ക്യാൻസൽ ചെയ്യുന്നു ചോദിച്ചു, പക്ഷെ അതൊന്നും അവർ ക്യാൻസൽ ചെയ്തില്ല. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ പോയി നോക്കണം യൂണിവേഴ്സിറ്റി എന്താണെന്ന്. ഒരു ഓപ്പൺ ഡേ പോലെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പോണ്ടി വന്നു. ഇവിടുന്ന് ഒരു ഏകദേശം 1 മണിക്കൂർ ദൂരമായിരുന്നു, പ്രസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. സാധാരണ ആക്ച്വലി ഞാനും പോവാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഞങ്ങൾ 2 ആൾ കൂടിയാണ് പോവാറ്. അന്ന് ഞാൻ വെറുതെ ആവശ്യമില്ലാതെ 2 ആളും കൂടി പോകണ്ട, വിവരം അറിയാം, പിക്നിക് ആക്കണ്ട, ഒരു പിക്നിക് ആക്കണ്ട. അപ്പൊ ഞാനും മകനും വലിയ ആളും കൂടി ഞങ്ങളാണ് പോയത്. പിന്നെ ഞങ്ങള് ബേസിക് ചെയ്യാനുള്ള ഹാൻഡ് സാനിറ്റൈസർ ആയിട്ട് അവിടെ ഇവിടെ തൊടാണ്ട്. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ ട്രെയിനിൽ ഒരു പ്രശ്നമില്ല. എനിക്കൊണ്ട് ഒരു 70-80% 100 ആൾക്കാരുണ്ടെങ്കിൽ 80% ഒക്യുപ്പൻസി ആയിരുന്നു. ആൾക്കാർ സാധാരണ പോലെ നടക്കണു, ചായ കുടിക്കണു, അതിന്റെ മുകളിൽ കൈ വെക്കണു. ഒരു മാസ്ക് ആരും ഇട്ടിട്ടില്ല, ഗ്ലൗസ് ആരും ഇട്ടിട്ടില്ല. ഒരു സാധാരണ പോലെയാണ് കഴിഞ്ഞ വീക്കെൻഡ്. ആൾക്കാർ എനിക്കറിയാം ഓഫീസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒരു പാനിക് പോലെ കണ്ടുവരുന്നില്ല. എക്സെപ്റ്റ് ടോയ്ലറ്റ് റോൾസ് മാത്രമാണ് ഒരു പാനിക് കണ്ടിരിക്കുന്നത്. സാനിറ്റൈസറും ടോയ്ലറ്റ് റോൾസിനും മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ മേജർ ഒരു ഇഷ്യൂ ഞങ്ങൾ സിറ്റി സെന്ററിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാർ പബ്ബിലിരിക്കണു, പാട്ട് പാടണു, കളിക്കണു, ഒരു പ്രശ്നമില്ല. ഈ നമ്മളെ ടൂറിസ്റ്റ് ബസ്സസ് ഉണ്ടല്ലോ, ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്, അതിൽ ആൾക്കാർ ഇരുന്ന് പോകുന്നുണ്ട്. 10-15 ആൾക്കാർ കഴിഞ്ഞ വീക്കെൻഡും കൂടി ഞങ്ങൾ കണ്ടതാണ്. ആൾക്കാർ അതിൻ്റെ അകത്ത് ഇരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ലൈഫ് വാസ് ഗോയിങ് ഓൺ. പക്ഷെ ഐ തിങ്ക് കഴിഞ്ഞ ഈ മൺഡേ ഒക്കെ ആവുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ചേഞ്ചാണ് വന്നത്. ഈവൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായാലും പബ്ലിക്കിന്റെ സൈഡിൽ നിന്നായാലും എനിക്ക് തോന്നുന്നത് അത് അപ്പോഴേക്കും യൂറോപ്പിലൊക്കെ രൂക്ഷമായുണ്ട് ഭയങ്കരമായിട്ട്. ഇവിടെ അത് ഡെത്ത് റേറ്റ്സ് കുറച്ച് കൂടി തുടങ്ങിയപ്പോഴേക്കും 100 കടന്നു. ഇപ്പൊ ഇൻഫാക്ട് 200ന്റെ അടുത്തൊക്കെ എത്താറായി തോന്നുന്നുണ്ട്. അപ്പൊ അത് കാരണം അവര് കുറെ എന്താ പറയാ സ്ട്രിക്റ്റ് മെഷേഴ്സ് ഇപ്പൊ എടുക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾസ് അടച്ചിരിക്കുന്നത്. സ്കൂൾ അടയ്ക്കുക പറഞ്ഞാൽ ഫ്യൂ വീക്സിനൊന്നല്ല, ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഇൻഡെഫിനിറ്റ്ലി ക്ലോസ്ഡ് ആണ്. എപ്പോഴാണ് ഇനി തുറക്കാന്ന് തൽക്കാലം അവർ പറഞ്ഞിട്ടില്ല, അൺടിൽ ഫർദർ നോട്ടീസ്. പറയണത് അവരുടെ മീറ്റിംഗ്സ് അല്ലെങ്കിൽ അതിന്റെ ആൾക്കാരൊക്കെ പറയണത് മേ ബി സമ്മർ വരെ. സമ്മർ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ചിലപ്പോൾ സ്കൂൾസ് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അവർ പ്രൊഡിക്റ്റ് ചെയ്യണത് ഇപ്പൊ എന്താണ് നടക്കുന്നത് വെച്ചാൽ എല്ലാ ദിവസവും 5 മണിക്ക് വൈകുന്നേരം പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ഡെയിലി ബ്രീഫിംഗ് ഉണ്ട്. ഈ തിങ്കളാഴ്ച മുതലാണത്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടാവും, പുള്ളിയുടെ ക്യാബിനറ്റിലെ വല്ലവരും ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ അല്ലാണ്ട് ഹെൽത്ത് അഡ്വൈസേഴ്സ് ഉണ്ട്, ചീഫ് മെഡിക്കൽ ഓഫീസർ, ചീഫ് സയന്റിഫിക് ഓഫീസർ. അപ്പോൾ വെറും പ്രൈം മിനിസ്റ്റർ മാത്രമേ, വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, അവര് സയൻസ് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ബന്ധപ്പെട്ട ആൾക്കാരും കൂടി അവിടെ കൂടെ ഇരിക്കേണ്ട ഒരു ഓപ്പൺ പ്രസ് കോൺഫറൻസ് ആണ്. അപ്പൊ അതിലാണ് ഇതൊക്കെ ഇവർ പറയണത്. ഇങ്ങനെ
ചേഞ്ചസ് ചെയ്യണതും അതിൻ്റെ ചില അവിടെ എന്തൊക്കെയാണ് അവർ മെഷേഴ്സ് എടുക്കുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യാനും അതൊക്കെ അവർ അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു പ്രസ് കോൺഫറൻസും ഉണ്ട്. അപ്പോൾ ആൾക്കാർ പ്രസ്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതിൽ ഒരു ദിവസം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അനൗൺസ് ചെയ്തത് ഈ സ്കൂൾസ് പൂട്ടാം, പിന്നെ A ലെവൽസും GCSE എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യയിലെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും SSLCയും PDCയുടെയും ഈക്വലന്റ് അത് ഈ കൊല്ലം ഉണ്ടാവില്ല എന്നാണ് അവർ പറയണത്. എന്താ വെച്ചാൽ ഇത് അവരെന്താ പറയുക, മെഡിക്കൽ സയന്റിഫിക് ഓഫീസേഴ്സും മെഡിക്കൽ ഓഫീസേഴ്സും ഒക്കെ അവർ പറഞ്ഞത് ഇതിന്റെ പീക്ക് വരാൻ പോണത് ബ്രിട്ടനില് മെയ് കാലത്താണ് അത്ര വരാൻ പോണത്. ഇപ്പൊ തുടങ്ങി അത് സ്പീഡ് പിടിച്ചു വെച്ചാലും അതിങ്ങനെ കയറി ഏപ്രിൽ എൻഡ് ടു മേയിലേക്കാണ് അത്ര ഹയസ്റ്റ് പീക്കിൽ വരാൻ പോണത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആകുമ്പോഴേക്കും ജൂണാവും. അപ്പൊ സാധാരണ ഇവിടെ എന്താ വെച്ചാൽ മിഡിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് ഇവിടെ സമ്മർ വെക്കേഷൻസ് ആണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ. അപ്പൊ അവര് പറയണത് മിക്കവാറും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും ഇത് അതുവരെ എന്തായാലും സ്കൂളും ക്ലാസ്സസും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ സ്കൂൾസൊക്കെ ഒരുവിധം സസ്പെൻഡഡ് ആണ് ഈ 4-5 മാസത്തേക്ക് വേണ്ടി. അതുപോലെ തന്നെ അവർ എക്സാംസും ഈ കൊല്ലത്തെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും അവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതിനവർ പറഞ്ഞത് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇത് എന്താ വെച്ചാ അത് കേട്ടപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ടെൻഷൻ കുറച്ച് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ മകൻ 12th ഇക്വലന്റ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ദിവസമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ എഫേർട്സ് ഒക്കെ കുറച്ച് വേസ്റ്റ് ആവുമോ എന്നുള്ളത്, പിന്നെ എക്സാം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അടുത്തതിലേക്ക് പോവാന്നുള്ള കൊല്ലം വേസ്റ്റ് ആവുമോ, അങ്ങനെ കുറേ ഇഷ്യൂസ്. അപ്പോൾ അവർ റീഅഷ്യൂർ ചെയ്തുകൊണ്ട് കുട്ടികൾക്കൊന്നും അതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ട് കൊല്ലം വേസ്റ്റ് ആവില്ല. ദേ വിൽ ഫൈൻഡ് എ വേ. അവർക്ക് അർഹിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണോ, ഗ്രേഡ് എന്താണോ ഉള്ളത് അത് കിട്ടുന്നുള്ളത് ഞങ്ങൾ എൻഷുർ ചെയ്യും. അതിന്റെ മൊഡാലിറ്റീസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അവർ പതുക്കെ പറയും. അതൊരു പബ്ലിക് എക്സാം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു. 10ാം ക്ലാസ്സിന്റെയും 12ാം ക്ലാസ്സിന്റെയും ഒരു പബ്ലിക് എക്സാം ഉണ്ടാവില്ല. മിക്കവാറും അവരുടെ ക്ലാസ് റൂമിൽ കഴിഞ്ഞ 1-2 വർഷത്തിൽ അവരുടെ അസസ്മെന്റ്സ് ഉണ്ടാവില്ല, ക്ലാസ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, എക്സ്പെക്റ്റഡ് ഗ്രേഡ്സ് ഉണ്ട് ഇവിടെ അവർ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ ബേസിസിലാണ് അവർ ചെയ്യാൻ പോണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസും ഒന്നും വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ അടുത്ത ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ അത് വരും. അതുവരെ ഇപ്പോൾ പല കോളേജസും കുട്ടികൾക്ക് ഓൾറെഡി ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകണമെന്ന് അവർക്കൊരു ഐഡിയ കിട്ടിയിരുന്നുണ്ട്. അതിന്റെ ബേസിസിൽ അവർ ഓൾറെഡി എന്താ പറയുക സ്റ്റഡി പാക്സും അതേമാതിരി ഓൺലൈനായിട്ട് എല്ലാം ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് പരമാവധി പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പലർക്ക് സ്റ്റഡി പ്ലാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈവൻ സെക്കൻഡറി സ്കൂൾ, അതായത് 7 മുതൽ 11 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവർക്കും അതെ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് അടച്ചതോടുകൂടി അവരുടെ സ്കൂളിൽ നിന്നും സ്റ്റഡി പാക്സും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓൺലൈനിലെ എല്ലാ കാര്യങ്ങളും അവർ മാക്സിമം നന്നായിട്ട് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ IT അവരുടെ നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ ഈ ദിവസം ഈ ടീച്ചറായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയായിട്ട് അവർ ഐ തിങ്ക് കുറെ മെഷേഴ്സ് പറഞ്ഞേ നമുക്ക് കഴിഞ്ഞ ആഴ്ച വരെ കുറച്ചൊരു ലാക്സ് ആയി തോന്നിയിരുന്നു. എസ്പെഷ്യലി നമ്മൾ കേരളത്തിലേക്ക് പ്രിപ്പറേഷൻസും അവിടുത്തെ ചില ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഒരു പേടി ഉണ്ടായിരുന്നു. അതെ, 2 എക്സ്ട്രീം ആയിരുന്നു. അവിടെ ഇങ്ങനെ എന്താ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വന്ന ദിവസവും ആൾക്കാരെ കാണുന്നു, കാര്യങ്ങൾ പറയണു, എല്ലാം വിസ്തരിച്ച് എല്ലാ കാര്യങ്ങളും പറയണു. ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ തയ്യാറെടുപ്പ്, ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണത്. ആ സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇവിടെയും ഏകദേശം അതേ ലെവലിലാണ് കാര്യങ്ങൾ പോണ. പ്ലാനിങ് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോണേ, ഇന്നതാണ് ആ റീഅഷ്യൂറൻസ് തീർച്ചയായും ഇപ്പോൾ കിട്ടണുണ്ട്. പിന്നെ അതുപോലെ ഈ പോലെ ഡെയിലി ബ്രീഫിംഗ്സിൽ 2 ദിവസം മുമ്പേ ഒരു സ്പെഷ്യൽ പാക്കേജ്, ഫൈനാൻഷ്യൽ പാക്കേജ് ബിസിനസ്സും പിന്നെ സാധാരണക്കാർക്കും വേണ്ടി അവര് ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പോൾ അടുത്ത 3, 4, 5 മാസം ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല ഈ സാധാരണക്കാർക്ക്. അവർക്ക് ഷോപ്സ്, റെസ്റ്റോറൻറ്റ് നടക്കണം, അവരുടെയൊക്കെ വരുമാനം തീർച്ചയായിട്ടും മോശമാവും. പിന്നെ കമ്പനിക്കാർ ചിലപ്പോൾ ആൾക്കാരെ പിരിച്ചുവിടും. അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ വേണ്ടി ഗവൺമെന്റ് ഒരു വലിയൊരു പാക്കേജ് കൊണ്ട് 330 ബില്യൺ പൗണ്ടിന്റെ പാക്കേജ് വരെ അവർ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ അഗൈൻ ഇതൊക്കെ കഴിഞ്ഞ 2-3 ദിവസത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും എങ്ങനെ അതിനെ കണ്ടെയ്ൻ ചെയ്യാം, എങ്ങനെ ഈ ടെസ്റ്റ് കൂട്ടാം. NHS ആണ് ഇതിൽ ഏറ്റവും വലിയൊരു
ഫോഴ്സ് ആയിട്ട് വെക്കാൻ പോണ്. അസുഖം വന്നാൽ നമുക്ക് NHS ആണ് ഇവിടെ, അല്ലാതെ ഇവിടെ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പോൾ ജനറലി NHSന് എപ്പോഴും ഈ ഒരു വിന്റർ കാലത്ത് ഭയങ്കര ഒരു ഇഷ്യൂസ് ആണ്. അവർക്ക് ഈ കപ്പാസിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ആണ്. ഈ പേഷ്യൻസ് അധികം കൂടും, അതിനുള്ള അവർക്കുള്ള ഡോക്ടേഴ്സോ നേഴ്സോ അല്ലെങ്കിൽ എക്വിപ്മെന്റ്സും റൂംസും ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ഒരു സ്ട്രഗിളാണ് എപ്പോഴും ആ സമയത്ത്. അപ്പോൾ അവർക്ക് അതൊരു മേജർ ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു തോന്നുന്നുണ്ട് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്. എങ്ങനെ NHSന് ആ പീക്ക് സീസൺ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? ഉള്ള സംവിധാനത്തിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം പേഷ്യൻസും ഇതും വരുമ്പോൾ ഒരു നിവൃത്തിയില്ലാതെ പോവാണ്, ഹെൽപ്ലെസ് ആവാണ്. അപ്പോൾ ഗവൺമെന്റ്സ് ഇപ്പം ശ്രദ്ധിക്കാൻ ആ ഒരു ലെവലിൽ എത്താതിരിക്കാൻ, അതിന് നമ്മൾ പബ്ലിക് നല്ലോണം സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പുറത്തിറങ്ങരുത് പറഞ്ഞാൽ പുറത്തിറങ്ങരുത്, നമ്മുടെ ഇൻകൺവീനിയൻസ് ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ഒരു എന്താ പറയാ, പൊതുവെയുള്ള നന്മയ്ക്ക് വേണ്ടി അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് തോന്നണത്. അടുത്തൊരു 6 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച, 2 മാസം 3 മാസം ഈ ഒരു നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. എന്താ വെച്ചാൽ ഇതിനൊരു ഇതുവരെ അതിനൊരു മെഡിസിനോ അല്ലെങ്കിൽ ഇതുവരെ വാക്സിനോ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് അവർ പറഞ്ഞത് സ്റ്റിൽ ഇറ്റ് ഇസ് 12 months to 18 months away. ബെസ്റ്റ് കേസിൽ അവർ പറഞ്ഞത് 12 to 18 months അവേ ആണെന്ന് അവർ പറഞ്ഞത്. വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ ഈവൻ ടെസ്റ്റിംഗ് അതന്നെ ഭയങ്കര കോസ്റ്റ്ലി ആണ്, അതിനുള്ള കിറ്റ്സ് ഇല്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ചാലഞ്ചസ് ആണ്. ഈ ഒരു വൈറസ് അപ്പാർട്ട് ഫ്രോം ഈ ജനങ്ങളുടെ ജീവിതം മൊത്തം പോയി എന്നല്ലാണ്ട് ഇതെങ്ങനെ കണ്ടെയ്ൻ ചെയ്യും? അപ്പോൾ ഗവൺമെന്റ്സിന് ഭയങ്കര വലിയൊരു ചാലഞ്ചാണ്. എക്കണോമി നോക്കണം, ജനങ്ങളുടെ സുരക്ഷയും നോക്കണം, ഈ ഒരു പാൻഡമിക്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് നോക്കണം. അപ്പൊ നമ്മള് ആസ് ഹ്യൂമൻ ബീങ്സ്, ആസ് സിറ്റിസൺസ്, നമ്മൾ ഏത് രാജ്യത്തിലാണെങ്കിലും, UK-ലാണെങ്കിൽ UK-ല്, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയില്, സിംഗപ്പൂർ ആണെങ്കിൽ സിംഗപ്പൂരില്, റഷ്യയിലാണെങ്കിൽ റഷ്യ, അല്ലെങ്കിൽ ജർമ്മനി ആണെങ്കിൽ ജർമ്മനി, അവിടുത്തെ ഗവൺമെന്റ് എന്ത് പറയണു നമ്മൾ അതുപോലെ അനുസരിക്കുക. എന്താണ് സൊസൈറ്റിക്ക് നല്ലത് നമ്മൾ അത് ചെയ്യുക. കൈ കഴുകണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി വന്നാൽ കുളിക്കണം, അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല വെച്ചാൽ അത് അവോയ്ഡ് ചെയ്യാം. വർക്ക് ഫ്രോം ഹോം ആണെങ്കിൽ വർക്ക് ഫ്രോം ഹോം. പുറത്ത് എന്തിനാണ് നമ്മൾ പോണത്? കല്യാണം ഉണ്ടാവാം, ഫ്യൂണറൽ ഉണ്ടാവാം, വല്ലതും വേറെ പ്രശ്നമാവും. വിൽ ഹാവ് ടു സാക്രിഫൈസ്. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളെ ട്രാവൽ പ്ലാൻസും അതൊക്കെ സാക്രിഫൈസ് ചെയ്തു. അതുപോലെ നമ്മൾ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഇരുന്നാൽ മാത്രമേ ഒരു ഹോപ്പ് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും അസുഖവും പനിയും, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ nobody can save. ആക്ച്വലി പലരും ഞങ്ങളിങ്ങനെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയൊക്കെ പേടിക്കാനുണ്ടോ അല്ലെങ്കിൽ ഇതുണ്ടോ, പക്ഷെ നമ്മൾ ചുറ്റും കാണുന്ന ഇറ്റലി അല്ലെങ്കിൽ പല സ്ഥലത്തും കാണുന്ന അത് ഭയങ്കര കൈവിട്ട് പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇത്ര അധികം ശ്രദ്ധിച്ചാലും സാരമില്ല, അശ്രദ്ധ വരാതിരിക്കാൻ നമ്മൾ നോക്കണം എന്നാണ് പറയാൻ തോന്നുന്നത്. പിന്നെ ആവശ്യമില്ലാണ്ട് വാട്സാപ്പ് ഫേക്ക് ന്യൂസും അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മള് എന്താ നമുക്ക് അതിന് പല വെബ്സൈറ്റ്സും എല്ലാ രാജ്യത്തിലും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലാണെങ്കിലും ചീഫ് മിനിസ്റ്ററിന്റെ ട്വിറ്റർ ഹാൻഡിൽസ് ഉണ്ട്, ഫേസ്ബുക്ക് ഹാൻഡിൽസ് ഉണ്ട്, പേജ് ഉണ്ട്. അതുപോലെ UK-ലും ഗവൺമെന്റ്സിന്റെ അല്ലെങ്കിൽ US ആയാലും അവരുടെ ഗവൺമെന്റിന്റെ ഹാൻഡിൽസ് ഉണ്ട്. അതിനെ മാത്രം പല വാർത്തകളും പ്രചരിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നമ്മൾ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമുക്ക് ഉറപ്പില്ലാതെ നമ്മൾ സ്വയം വെരിഫൈഡ് ആക്കാതെ കഴിയുന്നതോ ഒന്നും ഫോർവേഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം ചിലപ്പോൾ നമ്മളൊരു ഫോർവേഡ് വിശ്വസിച്ചിരുന്ന് അത് തെറ്റാണെങ്കിൽ ഒരാളുടെ ജീവിതവും നഷ്ടപ്പെടും. അതിനൊന്നും എന്താ പറയുക, ഇടവരരുത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അതും കൂടി ഉണ്ടെന്ന് അർത്ഥം. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്ന സമയത്ത് എന്താ പറയുക, ആ വെരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് കൂടുതൽ ഉപദ്രവമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫോർവേഡ് ചെയ്യാതിരിക്കുക. പിന്നെ ബി സേഫ്, കയ്യും കഴുകുക, പുറത്ത് പോവുക, അവോയ്ഡ് ചെയ്യുക. ഐസൊലേഷൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വെറുതെ പോയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണ്ട. ലെറ്റ്സ് നോട്ട് ആഡ്, ഇഫ് നോട്ട് റിക്വയർഡ് ഡോണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകാൻ പോകുന്നില്ല. let's avoid going out, let's avoid meeting people, let's avoid going to pubs, bars, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏത് ഷോപ്പായാലും ഡോക്ടറിനെ വെറുതെ കാണാൻ പോവുകയാണെങ്കിലും let's avoid all those things. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോവാ. അപ്പൊ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സേഫ് ആക്കണം, നമ്മുടെ കൂടെ ഉള്ളവരെ സേഫ് ആക്കണം. കാരണം വൾണറബിൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരോഗ്യമുള്ള ഒരാൾ ഒരുപക്ഷെ പനി അല്ലെങ്കിൽ കൊറോണ വന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതായി പോകും. അല്ലെങ്കിൽ മേ ബി അയാൾക്ക് ജീവിതകാലം അല്ല ചെറിയ വല്ല അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുള്ളൂ.
പക്ഷെ അത്ര ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്കൊന്നും ഒരു പക്ഷെ ഇത് അതിജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും ആലോചിച്ച് ഐ തിങ്ക് ഇറ്റ് വാസ് ടൈം ടു ആക്ട് ആസ് വൺ. പിന്നെ ഈ പറഞ്ഞില്ലേ പ്രായം 65 വയസ്സിന്റെ മീതുള്ള ആൾക്കാർക്കാണ് അത് കുറേയും കൂടി ഇമ്പാക്റ്റ് ആവണം എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത്. അപ്പോൾ അത് എനിവേ അതൊന്നും ഇപ്പോൾ തെളിഞ്ഞിട്ടില്ല, ദർ ഇസ് നോ സയന്റിഫിക് എവിഡൻസ്. പക്ഷേ അവർ കാണുന്നത് അതാണ്, അവർ അതിന്റെ ബേസിസിലാണ് പറയണത്. നമ്മൾ ഈ ആവശ്യമില്ലാണ്ട് ഈ പ്രായം കൂടിയ ആൾക്കാരെ കൊണ്ടുപോവുക പുറത്ത്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോവുക, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ടഫ്. ബിക്കോസ് ഒരാളുണ്ടായാൽ മതി, ഒരാളുടെ കയ്യിൽ നമ്മളെല്ലാം ക്ലീൻ ആയി. കേരളത്തില് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുവിധം കൺട്രോൾ ചെയ്ത് വരണ സമയത്ത് ഒരാള് ഏതോ ഒരു സ്ഥലത്ത് പുറത്തിറങ്ങി കല്യാണങ്ങൾ കൂടി, അത് കൂടി, ഇത് കൂടി, മറ്റത് കൂടി പറഞ്ഞിട്ട് എത്ര ആൾക്കാരൊക്കെ അപ്പൊ ടെൻഷൻ, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്കാണ് ആ പകരാനുള്ള സാധ്യത ഇതായിരിക്കണേ. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഒരാളുടെ ഒരു അശ്രദ്ധ മതി കാര്യങ്ങൾ മുഴുവൻ തകിടം മറിക്കാൻ. അപ്പോ റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്നുള്ള നിലയിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. എല്ലാവരും മരിക്കും എന്നല്ല പറയണത്, കൊറോണ കാരണം എല്ലാവരും മരണം ഉണ്ടാവുന്നോ അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്താണ്, പക്ഷെ ഇനി ഉണ്ടാവുന്നല്ല. പക്ഷെ അത് നിങ്ങൾ ആ സ്റ്റേറ്റിന്റെ റിസോഴ്സസിനെ നമ്മൾ ടു ദ മാക്സിമം പുഷ് ചെയ്യാണ്. നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റിച്ചാൽ നാളെ ഒരു വല്ലവർക്കും വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് പോയി നാളെ NHSലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ നമുക്ക് ആ ചികിത്സ കിട്ടും. അതന്നെ. അപ്പൊ നമ്മൾ ആ തിരക്കിന്റെ ഇടയിൽ നമ്മൾ പോയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഒരു ചെറിയൊരു മെസ്സേജ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽതി, ബേസിക് കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. ഗവൺമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളെ എന്താ അവരൊക്കെ പറഞ്ഞത് അതുപോലെ അതിനെ അനുസരിക്കുക. പോകണ്ടെന്ന് പറഞ്ഞാൽ, പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ പോവാതിരിക്കുക, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. കുറെ കാലത്തേക്കുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി കുറച്ചു കാലം നമുക്ക് അടങ്ങി ഒതുങ്ങി അവനവന്റെ കാര്യങ്ങൾ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ കഴിയാം, ഒതുങ്ങി കഴിയാം. എന്നാലേ നമുക്ക് ഇനിയും കൂടുതൽ ബാക്കി കാര്യങ്ങൾ കാണാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ വേറൊരു ചലഞ്ച് ചിലപ്പോൾ ഉണ്ടാവുക, കുട്ടികളെ വെച്ച് ഈശ്വര ഇത്രയും ദിവസം ഉള്ളിൽ കഴിയാം. കുട്ടികൾക്കും അതെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് പല കാര്യങ്ങളും പഠിക്കാൻ. ഇപ്പോൾ ഓൺലൈൻ കുറേ റിസോഴ്സസ് ആക്ച്വലി ഈ പാൻഡമിക് കാരണം പലരും ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ചിലത് ഞങ്ങൾക്ക് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഓൺലൈൻ കുറേ റിസോഴ്സസ് ഉണ്ട്, നമുക്കത് യൂസ് ചെയ്ത് കുട്ടികളെ ഇത് ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ ക്ലാസ് ഇല്ലെങ്കിലും അവർക്ക് ഓൺലൈൻ കോഴ്സസ് ചെയ്യാം, സർട്ടിഫിക്കേഷൻസ് ചെയ്യാം. പെയ്ഡ് ഉണ്ട്, അൺപെയ്ഡ്, ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അവർക്ക് അവരുടെ സ്കിൽസ് കൂട്ടാം. അതെ. ഇപ്പൊ കുറെ പേര് ഇപ്പൊ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ കുട്ടികൾ ചിത്രം വരയ്ക്കുന്നു, പാട്ട് പാടുന്നു, അല്ലെങ്കിൽ കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ചിലർ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങി. അങ്ങനെ പലതും കേൾക്കാണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് കുട്ടികളെ എൻഗേജ് ചെയ്യാൻ ശരിക്കും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സാധിക്കും. അപ്പോൾ പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ നീക്കുക. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാം. പിന്നെ ഞങ്ങളെ വണ്ടർസ്കേപ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ട്രാവൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിർത്താൻ പോവുകയാണ്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട്. പിന്നെ ചില ഞങ്ങളടുത്ത് കുറച്ച് പോയതിൻ്റെ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കൊണ്ട് ഒരു 5-8 ആഴ്ചക്ക് ചിലപ്പോൾ ഉണ്ടാവാം. അത് സ്റ്റോക്ക് എടുത്ത് നോക്കണം എന്തൊക്കെയുള്ളതെന്ന്. അതൊക്കെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ അതില് നമ്മൾ പറഞ്ഞത് ഒരു കണക്കിന് ഇതായി പോയതുകൊണ്ട് ഫ്യൂച്ചർ എന്താ നമുക്കറിയില്ല. അത് എങ്ങനെ വരുന്നു, എന്ത് വരുന്നു, അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ മാറ്റാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന ആ ഒരു റീ അലൈൻമെന്റ് ആണ് ഇപ്പൊ നമുക്ക് ആവശ്യം. അപ്പൊ അത് ആവശ്യമെങ്കിൽ അത് ചെയ്യാം. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റണത് അത് ചെയ്യാം. അതാണ് ഞങ്ങൾ ശ്രമിക്കണത്. ആൻഡ് ആ ഒരു സിമ്പിൾ മെസ്സേജാണ് ഇത് കൂടെ ഞങ്ങൾ എന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കണേ. ഓഫ് കോഴ്സ് എക്സ്പേർട്സ് അങ്ങനത്തെ ഒന്നും അല്ലാട്ടോ, എന്നാണ്. പക്ഷെ കണ്ടിട്ടും കേട്ടിട്ടും ഞങ്ങൾക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നി ചില കാര്യങ്ങൾ പറയുക, ഷെയർ ചെയ്യുക, പോസിറ്റീവ് ആയിരിക്കുക. യെസ്, ഡെഫിനറ്റ്ലി. നല്ല കാലം വരും, തീർച്ചയായിട്ടും വരും. അപ്പോൾ അങ്ങനെ ഇപ്പം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കീപ് വാച്ചിങ് വണ്ടർസ്കേപ്സ്. ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ സമയം എല്ലാവർക്കും പലതുണ്ട്. അപ്പോൾ പഴയ ഞങ്ങളെ പാരീസിന്റെ വീഡിയോസും UK വീഡിയോസും ഇത്രയും കാലം സമയമില്ല എന്ന് പറഞ്ഞിരുന്നവർക്കൊക്കെ ഇതൊരു അവസരമാണ്. സമയം ഇഷ്ടം പോലെ ഉണ്ടാവും ഇനി. അപ്പോൾ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പറയുക, ഞങ്ങൾ നോക്കാം. ഞങ്ങൾക്ക് എങ്ങനെ വേറെ വല്ലതൊക്കെ കാണിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന്
ഐ ഡോണ്ട് നോ. ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വല്ലതും കാണിക്കാനുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കാണിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴയ സ്റ്റോക്കൊക്കെ ഇറക്കി എന്തെങ്കിലുമൊക്കെ കഴിയുന്നതും ഇത് മുടങ്ങാതെ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള നിലയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞങ്ങൾ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത അവിടെ കാണുന്നവരെയൊക്കെ എല്ലാവരും സേഫ് ആയിരിക്കുക, സെക്യൂർ ആയിരിക്കുക. കേരളയിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചെയ്യുക, വീട്ടിലിരിക്കുക, എല്ലാവരും അങ്ങോട്ടും പരസ്പരം സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. ബി സേഫ്. ബൈ ബൈ.